ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വെജിറ്റബിൾ പിസ്സയാണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ പിസ്സയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഈസ്റ്റിനെ പെരുപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാനിവിടെ അര ഗ്ലാസ് ലൈറ്റ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണം. അതിനുശേഷം അതൊന്ന് അടച്ച് വയ്ക്കുക. 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയാൽ നമ്മുടെ ഈസ്റ്റ് പെരുത്തിട്ടുണ്ടാവും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഒരു കുഴിയുള്ള പാത്രത്തിലേക്ക് ഇതിപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിസ്സ ഡോ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഒറിഗാനോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒറിഗാനോ പൗഡർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, കടയിൽ ചെന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, വെളിച്ചെണ്ണ ചേർക്കരുത്, ഓയിൽ തന്നെ ചേർക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പിസ്സ തന്നെയായിരുന്നു കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്യണേ. നമ്മുടെ ഈസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് 15 മിനിറ്റിന് ശേഷം. അപ്പോൾ ഇതും കൂടി മൈദാമാവിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴക്കുക. ഒറിഗാനോ പൗഡർ ചേർക്കുന്നത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പിസ്സൻ്റെ അതേ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പനിക്കൂർക്കയും തുളസിയിലയും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തതാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സയുടെ അതേ സ്മെല്ല് തന്നെയായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഫുള്ളായി ചേർക്കരുത്. നമ്മുടെ ഡോ ഒന്ന് റെഡിയാകുന്ന അത്ര ആവശ്യത്തിനുള്ളൂ. 4-5 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ എനിക്ക് ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. നമ്മുടെ കുബൂസൊക്കെ കുഴക്കുന്നത് പോലെ നല്ല നൈസായിട്ട് തന്നെ കുഴയണം. എന്നിട്ട് അതിനുശേഷം അതിന് മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് വീഡിയോ മൂവ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഡോൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ആയിരിക്കണം, നല്ല സ്മൂത്തായിട്ട് വലിയുന്ന ഒരു മാവായിരിക്കണം. ശേഷം ഇതിലേക്ക് ഒരു കോട്ടൻ്റെ ക്ലോത്ത് എടുത്തിട്ട്, നനഞ്ഞ ക്ലോത്ത് ആയിരിക്കണേ, അതുകൊണ്ടൊന്ന് കവർ ചെയ്ത് വെക്കുക. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ഉള്ളിയാണ്, കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ശേഷം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതി. ഞാനിതൊരു വലിയ തക്കാളിയാണ് കേട്ടോ. അതും ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് ഓർഗാനിക് പൗഡറും, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇത് സാദാ ഓയിലാണ്, വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല, രുചികളുടെയാണ്. നമുക്കിനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതേ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തി ആയിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണ ചൂടാറ്റി വരുമ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയുടെയും പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശേഷം ചെറു തീയിലിട്ടിട്ടൊന്ന് വഴറ്റുക. നമ്മുടെ ഉള്ളിയും തക്കാളിൻ്റെ ഒക്കെ പച്ച സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു കാശ്മീരി ചില്ലി പൗഡർ ആവശ്യമുണ്ട്. അത് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും. എന്നിട്ട് ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാശ്മീരി ചില്ലി ചേർക്കുന്നത് നമ്മുടെ കളർ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതേ കളർ ചേഞ്ച് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോസിൻ്റെ പരുവത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുക്കണം. പിന്നെ ഇതിൽ എണ്ണയൊക്കെ അധികം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊറിയിട്ട് സെപ്പറേറ്റ് വരും. ഇതിപ്പോൾ കറക്റ്റാണ്, അപ്പോൾ അധികം എണ്ണയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കിത് നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ക്ലോത്ത് ഒന്ന് മാറ്റി കാണിച്ചു തരാം. നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ക്ലോത്ത് വലിച്ചങ്ങ് മാറ്റാം. ശേഷം കൈവെള്ളയിൽ 2 സ്പൂണ് ഓയിലാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിത്. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ലൂസല്ലേ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്ന് ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഓയിൽ സെറ്റാക്കിയത്. അപ്പോൾ നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ഫ്ലാറ്റായിട്ടുള്ള പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വലിയൊരു ഫ്ലാറ്റായിട്ടുള്ള പാൻ തന്നെ എടുത്തിട്ട് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതേപോലെ കൈ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതേ മൊത്തം ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ വിരൽ വെച്ചിട്ടൊന്ന് സൈഡിനൊന്ന് സെപ്പറേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ സോസും ചീസൊന്നും മെൽട്ടായിട്ട് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ.
കുറച്ച് തിക്കുള്ള ലെയറായിരിക്കണേ, ശ്രദ്ധിക്കണേ. അപ്പോൾ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് കുത്തിട്ട് കൊടുക്കുക. കാരണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ വേവ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലേക്കൊന്നും ചേർത്ത് കൊടുക്കുക. അധികം സൈഡിലോട്ട് പോകണ്ട. നേരത്തെ സെപ്പറേറ്റ് ചെയ്ത അവിടത്തേക്കൊന്നും തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. സോസ് ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇതിന് മുകളിൽ കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനിപ്പോൾ ക്യാപ്സിക്കം ഉള്ളിയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ടൊമാറ്റോയും കൂടി വെക്കാം. പക്ഷേ വീട്ടിലുള്ളവർക്കൊന്നും അധികം പുളിയുടെ തക്കാളിയുടെ ടേസ്റ്റ് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമല്ല. ഓൾറെഡി നമ്മുടെ സോസ് തക്കാളി വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തക്കാളിനെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ചീസാണ് വിതറേണ്ടത്. ഇത് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്, ഹോം മെയ്ഡാണ് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ബ്രെഡ് ചീസാണ് ഉള്ളതെങ്കിൽ അത് കട്ട് ചെയ്തിട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. ചീസ് മൊത്തമായിട്ടൊന്ന് വിതറി കൊടുക്കണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത ഭാഗം അത് വിടുകയും വേണം, അത് മറക്കാൻ പാടില്ല. ഇത്തിരി മല്ലിയിലയും കൂടി ഞാൻ മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടേബിൾ സ്പൂൺ കെച്ചപ്പ് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ സെൻട്രലായിട്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്തിരിൻ്റെ ഓടാണ്, ഇത് പഴയ ഓടാണ്, പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടാണുള്ളത്. അതിനുശേഷം നമ്മുടെ പാൻ, നേരത്തെ പിസ്സ ഡോ തയ്യാറാക്കി ആ പാൻ ഇതിന് മുകളിലായിട്ട് വെക്കുക. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ച് പത്തിരിയോട് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിനുശേഷം തീ കുറച്ചിട്ടായിട്ട് നമ്മുടെ പാൻ വെച്ച് കൊടുക്കുക. ശേഷം അടച്ച് വെച്ച് 30 മിനിറ്റ് വേവിച്ചെടുക്കുക. അതായത് നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മുടെ പിസ്സ റെഡിയായി എന്നർത്ഥം. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. മെൽറ്റാവുന്ന വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ ബൈ.